വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി അമർത്തുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ നേതാക്കൾ അഥവാ രാഷ്ട്രീയ നേതാക്കളായാലും മറ്റു നേതാക്കളായാലും എന്തെങ്കിലുമൊക്കെ പറയുക എന്നതൊഴിച്ച് നിർത്തിയാൽ നോക്കണം. അതാണ് അവരുടെ നാവ് കൊണ്ട് അവർ ഉരിയാടുന്നത് എന്താണ് എന്ന് അവർ അന്വേഷിക്കുന്നില്ല. അതിൻ്റെ ദുരന്തഫലം എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ KT ജലീലിൻ്റെ പോസ്റ്റ് ഏകദേശം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വൈറലായിട്ടുള്ള പോസ്റ്റായിരുന്നു അത്. യഥാർത്ഥത്തിൽ KT ജലീൽ ഇപ്പോൾ ആദ്യം തീവ്രവാദിയും പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ ഇന്ന് കാണുന്ന ആളുകളുടെ ഭാഷയിൽ സിമി എന്ന തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ള ഒരാളാണ് ജലീൽ. പിന്നീട് അദ്ദേഹം മിതവാദത്തിലേക്ക് തിരിഞ്ഞു. അതാണ് മുസ്ലിം ലീഗിലേക്ക് എത്തി. ഇപ്പോൾ അദ്ദേഹം സെക്കുലർ ചേരിയിലാണ്. ഈ സെക്കുലർ ചേരിയിൽ എത്തിയതോടൊപ്പം അദ്ദേഹം പിന്നീട് ഈ മതത്തിന് പല നിർവചനങ്ങളും നൽകാൻ തുടങ്ങി. ആലോചിച്ച് നോക്കി, ഞാൻ പറയുന്നത് ഏറെ വിവരമുള്ള ഒരാളാണ്. ഞാൻ ഉപദേശിച്ചു കൊടുക്കേണ്ട വ്യക്തിത്വമല്ല. കാരണം അദ്ദേഹം ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ബിരുദമുണ്ട്. അദ്ദേഹം എന്താ പറയുക, കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപകനാണ്. ഞാൻ പറയണ്ട. അപ്പോൾ അദ്ദേഹം അതെന്തോ ആവട്ടെ. പിന്നീട് അദ്ദേഹം സെക്കുലർ ചേരിയിൽ വന്നപ്പോൾ എന്താണ് ഇസ്ലാമിനെ മൂപ്പര് എന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? ഇസ്ലാമിനെ ഈ സെക്കുലർ ചേരിക്ക് ഒപ്പം കെട്ടിയിടാൻ നോക്കുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെയാണ് അദ്ദേഹം ഇടക്കാലത്തൊക്കെ ഞാൻ ഭയങ്കര സെക്കുലറാണ്. ഉദാഹരണം അനിൽ ആൻ്റണി എന്നു പേരായി ഒരു ചെറുക്കനുണ്ട്. അയാൾ BJPയിലെത്തിയതിനു ശേഷം ഞാൻ കൂടുതൽ തീപ്പൊരിയാണ് എന്ന് കാണിക്കാൻ വേണ്ടി പല കളിയും കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടു. മുസ്ലിം വിദ്വേഷം ഏറെ പ്രചരിപ്പിച്ചു. ആലോചിച്ച് നോക്കും. പക്ഷേ എന്തായി വട്ടപൂജ്യമായി കിട്ടിയത്? ആനമുട്ട കിട്ടിയെന്ന് പറയാം. അതാണ് വലിയ പ്രതീക്ഷയായിരുന്നു പത്തനംതിട്ടയിൽ. ഇപ്പം തന്നെ ജയിക്കുവാൻ അതിനുവേണ്ടി പ്രത്യേക രീതിയിൽ ക്ലാസ്സുകൾ പഠിച്ചു. എങ്ങനെ മുസ്ലിമീങ്ങളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കേണ്ടതിനെക്കുറിച്ചും അവർ ഏറ്റവും വലിയ മോശക്കാരാണെന്നും ഒക്കെയുള്ള പ്രചരണം അതുമാത്രമായിരുന്നു അനിൽ ആൻ്റണി അവിടെ ചെയ്തത്. അതിന് കൂട്ടുനിന്നുകൊണ്ട് തന്ത്രപരമായ കൂട്ടി എന്ന് പറയാൻ PC ജോർജും കൊടുത്തു. പക്ഷേ ഉള്ളിൽ ഭയങ്കര പ്രശ്നത്തോടു കൂടി. ഞാൻ അതല്ല പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ KT ജലീലിൻ്റെ പോസ്റ്റിന് ഒരു മറുപടി അനിവാര്യമായിരിക്കുന്നു. എന്നോട് ചിലരൊക്കെ പറഞ്ഞതാണ് നിങ്ങളതൊരു വീഡിയോ ചെയ്യൂ. അപ്പോൾ ഞാനത് ഇത്രയും കാത്തത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കൂടുതൽ കാര്യങ്ങളെ പരിശോധിച്ചു മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ KT ജലീൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളുടെ നിരർത്ഥകത എന്ന് പറഞ്ഞാൽ കൂടുതൽ വായനാശീലമുള്ള, പഠിച്ചിട്ടുള്ള, കഴിവുള്ള, എല്ലാമുള്ള ഒരാളാണ്, വ്യക്തിത്വമാണ് യഥാർത്ഥത്തിൽ. അദ്ദേഹം ഈ മതത്തെക്കുറിച്ച് അദ്ദേഹം ഓരോന്ന് പറയേണ്ടിയിരുന്നില്ല. അദ്ദേഹം മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയട്ടെ. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള ഈ ദീനിനെക്കുറിച്ച്, വിശുദ്ധ ഖുർആനെക്കുറിച്ച്, പ്രവാചക ചര്യകളെക്കുറിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാതെ ഓരോന്ന് തള്ളിവിടുക എന്ന് പറയുന്നത് വലിയ ദോഷം ചെയ്യും. അതാണ് ഇപ്പോൾ ഈ KT ജലീലിനെ പോലെയുള്ളവരുടെ ഈ വിഡ്ഢിത്തരങ്ങൾ കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത് പണ്ഡിതന്മാരോടും പള്ളി കമ്മിറ്റിക്കാരോടും നിർദ്ദേശിക്കുകയാണ്, ഖബറുകളെ നിങ്ങൾക്ക് സൗന്ദര്യവൽക്കരിച്ചുകൂടെ? എന്നാൽ കുടുംബത്തിനും കുട്ടികൾക്കും ഒക്കെ ഏതു സമയത്തും പോയി വരാം. അതുകൊണ്ടാണ് ഒരു വീട്ടിലെത്തിയപ്പോൾ മൂപ്പരോട് പറഞ്ഞതിനനുസരിച്ചൊക്കെയാണ് സ്വാഭാവികമായിട്ടും ഈ ആശയം മനസ്സിൽ ഉരുത്തിരിഞ്ഞത് എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് ഓരോ ചിന്തകൾ പല സമയത്തായിട്ട് ഉരുത്തിരിയുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ആദ്യം തീവ്ര ചിന്ത ഉരുത്തിരിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം സിമിയിലെത്തിയത്. പിന്നീട് ചിന്ത ശരിക്കും മിതചിന്തയിലേക്ക് കടന്നു വന്നപ്പോഴാണ് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് എത്തിയത്. പിന്നീട് ഇപ്പോൾ സെക്കുലർ ചിന്തയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ അദ്ദേഹം CPMനോട് അനുഭാവിയായി. ഇപ്പോൾ CPM ആണോ അതെനിക്കറിയില്ല വ്യക്തമായിട്ട്. എന്തായാലും ഇടതുചേരിയിലെത്തിയത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം കൂടുതൽ സെക്കുലറായി തീർന്ന് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? മതത്തിൻ്റെ നിർദ്ദേശങ്ങളോ പണ്ഡിതന്മാരോട് അങ്ങോട്ട് തള്ളിമറിക്കുകയാണ്. പണ്ഡിതന്മാരോട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുക. പണ്ഡിതന്മാരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. അപ്പോൾ എന്താണ് സ്വാഭാവികമായിട്ടും അതിനൊന്നും തന്നെ ഇത്രയും ദിവസമായിട്ടും പണ്ഡിതന്മാരൊന്നും തന്നെ പ്രതികരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയേണ്ടി വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ഖബറുകളെക്കുറിച്ച് പറഞ്ഞത് ശ്മശാനം എന്നാണ്. നിങ്ങൾ വീടുകളെ ശ്മശാനമാക്കരുത്. അഥവാ ഇന്ന് കാണുന്ന രീതിയിൽ മുസ്ലിമീങ്ങൾ മരണപ്പെട്ടാൽ അവരുടെ ഖബർസ്ഥാനിൽ ഇരുന്ന് ധാരാളം പ്രാവശ്യമായിട്ട് ഓത്തുണ്ട് എന്ന് പറഞ്ഞാൽ കത്തം തീർക്കുക എന്ന ഒരു പദ്ധതി കൂടുതൽ ജലീലിൻ്റെ പ്രദേശങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ശ്മശാനങ്ങളെ നിങ്ങൾ
എന്താക്കുക, ശ്മശാനങ്ങളെ വീടുകളെ പോലെ, ശ്മശാനത്തെ പോലെ വീടുകളാക്കരുത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും ആരാധനയും ഒക്കെ നിർവഹിക്കേണ്ടത് തങ്ങളുടെ ഭവനങ്ങളിലാണ്. അതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. ആ വീട്ടിലുള്ള ചെറിയ കുട്ടികളൊക്കെ അത് കാണാൻ പല അർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്മശാനങ്ങളെപ്പോലെ വീടുകളെ ആക്കരുത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ മൂപ്പർ പറയുന്നു, ഇപ്പോൾ വീടുകൾ പോലെ ശ്മശാനങ്ങളാക്കണം. കാരണം വീടുകൾ നിങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. അത്യാവശ്യം ഒന്ന് പെയിൻ്റ് അടിച്ച് നല്ല കോലം വെപ്പിച്ച് ആ വീട് നമ്മൾ തന്നെ കാണുമല്ലോ. ആ വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ്ടും എൻ്റെ അപ്പാൻ്റെ കബറിലേക്ക് ആണ്ട് പോകുമ്പോൾ ഭയങ്കര പാടി എന്ന് ആരും പറയാറില്ല. മറിച്ച് എൻ്റെ വീട്ടിലേക്ക് എന്താണ് ഈ വൃത്തികേട്, എന്തുമാത്രം മോശം എന്നൊക്കെ ആളുകൾ പറയാറുള്ളത്. മാത്രമല്ല റസൂലുള്ള പറഞ്ഞത് ഖബറിനെ അലങ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഖബറിനെ കുമ്മായമിടലും ഖബറിനെ ഒരു ചാർ ഉയർത്തി നിർത്തലും ഒക്കെ ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖബറിൻ്റെ പുറംമോടിയിൽ നിങ്ങൾ ഭംഗിയാക്കുക എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, മറിച്ച് ഖബറിൻ്റെ അകം ഭംഗിയാക്കുക എന്നതാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതാ ഈ കാണുന്ന ഖബർ അത് ഒന്നുകിൽ നരകക്കുണ്ടാണ്, അതാ ഈ കാണുന്ന ഖബർ അല്ലെങ്കിൽ ഒരു സ്വർഗത്തിൽ നിന്നുള്ളതാണ്. ഉഫ്റത്തും മിൻ നുഫിരിൻ നീറാൻ എന്ന് പറഞ്ഞു നരകത്തെക്കുറിച്ച്. റൗലത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള ഒരു തോപ്പാക്കണം. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. മേലെ ഇങ്ങനെ ഗാർഡൻ വെച്ച് പിടിപ്പിച്ച് പൂക്കളമാക്കി സൗന്ദര്യവൽക്കരിക്കുക എന്നതല്ല. മാത്രമല്ല ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഈ ഖബറിന്മേൽ പന്തലിട്ട ആളോട് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, ഇതെന്താടോ ഈ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ആ ജനങ്ങൾ പറഞ്ഞു, സ്വാഭാവികമായിട്ടും ഇന്നത്തെ സമൂഹം പോലെ തന്നെയാണ് അവർ. അപ്പോൾ പറഞ്ഞു, അതൊരു വലിയ മനുഷ്യനാണ് അവിടെ കിടക്കുന്നത്, അന്തി ഉറങ്ങുന്നത്. അപ്പോൾ ആ ഖബറിന് വെയിൽ കൊള്ളാതിരിക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അത് പൊളിച്ചു കളയാൻ ഉത്തരവിട്ടു. എന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ അമലുകൾ അഥവാ കർമ്മങ്ങളാണ് അവന് തണലേകേണ്ടത്. അത് ഖബറിൻ്റെ മേൽഭാഗത്ത് തണലേകുക എന്നതല്ല, മറിച്ച് ഖബറിനകത്ത് തണലേകുക എന്നതാണ്. അപ്പോൾ അവർക്ക് ബോധ്യം വന്നു. അതോടൊപ്പം തന്നെ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു മകൻ എൻ്റെ ഉപ്പാക്ക് പുതിയ കഫംപുട വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ത് വിപ്ലവകരമായ വാക്കുകളാണെന്ന് നോക്കണം. ഉപ്പാക്ക് പഴയത് മതിയാകും, ഉപ്പ മരിച്ചുപോയി, മയ്യത്തിനല്ലേ, പുതിയത് നീ ഉടുക്കൂ, അഥവാ ജീവിച്ചിരിപ്പുള്ളവർക്കാണ് പുതിയത് ആവശ്യമെന്നാണ് പറഞ്ഞത്. അപ്പം നല്ല നല്ല അമലുകളുമായി കർമ്മങ്ങളോടെ മടങ്ങുകയ ആ കർമ്മങ്ങളുടെ പ്രകാശമായിട്ട് ഖബറിൽ പ്രകാശമുണ്ടാവും. ഖബറിൻ്റെ പുറത്ത് നിങ്ങൾ തീയിട്ടാലും പ്രകാശമാണ്, ഖബറിൻ്റെ പുറത്ത് നിങ്ങൾ പലതും വെച്ച് പിടിപ്പിച്ച് ഗാർഡൻ പോലെ ആക്കിയാലും സൗന്ദര്യവൽകൃതമാണ്. അതൊന്നുമല്ല അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞിട്ടുള്ളത്. ഖബർ ഒരിക്കലും അങ്ങനെ സൗന്ദര്യവൽക്കരിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല. ഞാൻ ഇതിലൂടെ പറയുകയാണ് കേൾക്കുന്നവരോടും കാണുന്നവരോടുമൊക്കെ. മറിച്ച് ഇയാൾ എന്താണ് അങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല ഈ ഇടതുചേരിയിൽ എത്തിയതിനു ശേഷം ഇദ്ദേഹം ഇസ്ലാമിക വിരുദ്ധമായ കുറേ വാക്കുകൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ AKGയും മദർ തെരേസയും ഇല്ലാത്ത ഒരു സ്വർഗം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. ഇത് പറയുന്നത് ഒരു സാധാരണ മുസ്ലിമല്ല, അല്ലെങ്കിൽ ഒരു പടുവിഡ്ഢിയായ മുസ്ലിമല്ല. വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും പറയുന്നുണ്ട്. ഒരു വിശുദ്ധ ഖുർആന്റെ ഒരു ചെറിയ അധ്യായമായ വൽ അസ്റിൽ കാണാൻ കഴിയും. വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. എന്താ അർത്ഥം? വൽ അസ്ർ കാലത്തെ തന്നെയാണ് അള്ളാഹു പറയാണ്. വിശ്വാസികളായ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നു ആ പ്രവാചകൻ. എന്നിട്ട് പറയുന്നു വൽ അസ്ർ കാലത്തെ തന്നെയാണ്, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ നിശ്ചയമായും നഷ്ടത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, സത്യത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവന് രക്ഷയുള്ളൂ, അല്ലാത്തവർക്കൊന്നും യാതൊരു രക്ഷയുമില്ല എന്ന്. ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും നിങ്ങൾ പരസ്പരം കൽപ്പിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി വിശ്വസിച്ചുകൊണ്ടല്ലാതെ ഒരാൾക്കും സ്വർഗപ്രവേശനം സാധ്യമല്ല. കാരണം നമ്മൾ എന്തിനാണ് ഇത് വർഗീയതയാകുന്നു, ഇത് സെക്കുലർ ആകുന്നു എന്ന് പേടിക്കുന്നത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു എന്ന സത്യപ്രതിജ്ഞയുടെ താഴെയാണ് നമ്മൾ വിശ്വാസികളാകുന്നത്. അത് ചൊല്ലിയിട്ടാണ് അതിൻ്റെ പ്രഥമ മെമ്പർഷിപ്പിലേക്ക് കടന്നു വരുന്നത്. അതൊക്കെ വർഗീയവാദമല്ലേ? സെക്കുലർ ആവുന്ന നമ്മൾക്ക് അത് പറ്റുമോ എന്നൊന്നും ചിന്തിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അതാണ് ഞാനീ പറഞ്ഞത്. കാരണം അത് അള്ളാഹു നമ്മൾ കണ്ടിട്ടില്ല അള്ളാഹുവിനെ, പക്ഷേ നമ്മൾ കണ്ടതുപോലെ അത് വിശ്വസിക്കുന്നു. അതാണ് ഈസാൻ. ഈസാൻ എന്ന് ഇസ്ലാമിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈമാൻ, ഈസാൻ, ഇസ്ലാം, ഇങ്ങനെ 3 കാര്യങ്ങൾ ബന്ധപ്പെട്ടതാണ്. ജലീലെ നിങ്ങൾ മനസ്സിലാക്കൂ, ഈസാൻ അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല. ഉണ്ടോ?
പക്ഷേ നമ്മളെ അള്ളാഹു കാണുന്നുണ്ട് എന്ന നിലക്ക് ഇന്ന റബ്ബിക്ക ലബിൽ മിർസാദ് എന്ന് വിശ്വസിക്കുന്ന ഇന്ന റബ്ബക്ക ലബിൽ മിർസാദ് പ്രത്യേക സ്ഥലത്തിരുന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും കാര്യങ്ങളെ അവൻ നിരീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വിശ്വസിക്കുന്നു നമ്മൾ. വാശതു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അള്ളാഹുവിൻ്റെ ദൂതനും അടിമയുമാണെന്ന് ആ പ്രവാചകനെ നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്നതുപോലെ കണ്ടതുപോലെ വിശ്വസിക്കേണ്ട വേദഗ്രന്ഥത്തിൻ്റെ അനുയായികൾ സെക്കുലർ ചിന്താഗതിക്ക് വേണ്ടി കളം മാറ്റി ചവിട്ടുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഒരു മുസ്ലിമായിട്ട് ജീവിക്കട്ടെ, അയാൾ അതിൽ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി ജീവിക്കേണ്ടത് വിശ്വാസി മുസ്ലിമായിട്ടാണ്. 100% മുസ്ലിം ആവണം. അതാണ് ഇത് ഹുറൂഫിസ്സൽമി കാഫ എന്നാണ് പറഞ്ഞത്. പൂർണ്ണമായിട്ടും നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. ഒരു കാലം ഇപ്പുറത്തും ഒരു കാലം അപ്പുറത്തുവിട്ടാൽ പറ്റില്ല. അതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുമ്പോൾ സാദിഖ് ശിഹാബ് തങ്ങളെപ്പോലെ അവിടുത്തെ ഓണത്തിനും ഒക്കെ അവിടുത്തെ മറ്റു വിഗ്രഹാരാധനക്കും കൂട്ടുപിടിക്കില്ല. ഹിന്ദുക്കൾക്ക് അവരുടെ വിശ്വാസം അവർക്ക് വിട്ടുകൊടുക്കുക. അവർ പൂർണ്ണമായിട്ട് ഹിന്ദു ആവട്ടെ, 100% ഹിന്ദുക്കളാവട്ടെ. അതാണ് മനുഷ്യ സൗഹാർദ്ദമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തിരുമേനി വഫാത്താകുന്ന ഘട്ടത്തിൽ പോലും അവിടുത്തെ സഹായിക്കാൻ അബൂബക്കർ, ഉമർ, ഉസ്മാൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരുമുണ്ട്. സമ്പന്നരാണ്. പക്ഷേ തിരുമേനിയുടെ അങ്കി ഒരു ജൂതന് പണയപ്പെടുത്തിയ നിലയിലാണ് ആ തിരുമേനി ഈ ലോകത്തുനിന്ന് ഇവിടെ പറഞ്ഞത്. എന്താ കാരണം? ആ ജൂതന്മാരുമായിട്ടും ഇടപാടുകൾ ഉണ്ടാക്കുക എന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യ സൗഹാർദ്ദമാണ് മനുഷ്യർക്ക് ആവശ്യം. എന്നിട്ട് ആ നബിതങ്ങളെ ആരും മോശമായിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും ആ പ്രവാചകൻ അംഗീകരിച്ചു, വിശ്വസിച്ചു, സ്നേഹിച്ചു, സഹായിച്ചു. മനസ്സിലാക്കണോ? അപ്പോൾ ഇവിടെ ഇങ്ങനെ പേടിക്കുക. എന്താ? കിട്ടേണ്ട വോട്ടുകൾ ഇനി 2-3 വർഷം കഴിഞ്ഞാൽ വരുന്ന നിയമസഭ, അതോടൊപ്പം പിന്നീട് പാർലമെൻറ്റ്, ഇങ്ങനെയുള്ള ഉന്നത ഭൗതികമായ സ്ഥാനങ്ങൾ, ഇതിങ്ങനെ മനസ്സിൽ വരുമ്പോൾ ഓരോന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി സെക്കുലർ ആവാൻ മന്ദത്തരങ്ങൾ പറയാണ്. വീണ്ടും വീണ്ടും കൂടുതൽ ദോഷം ചെയ്യുന്നു എന്നല്ലാതെ ഇതുകൊണ്ട് എന്ത് ഫലമാണുള്ളത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്തരത്തിൽ കൂടുതൽ ഇപ്പോൾ കാര്യങ്ങൾ ഇത് നീണ്ടുപോകാൻ സാധ്യമല്ലാത്തത് കൊണ്ട്, കാരണം ഇതിൻ്റെ നീണ്ടുപോകൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം ഒരു വ്ളോഗിന് ഒരു പരിമിതിയുമുണ്ട്. കാരണം അതൊരു വയത് പറയുന്നത് പോലെ മണിക്കൂറുകളോളം എടുത്ത് ചെയ്യാൻ സാങ്കേതികമായ പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, നെറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും ഈ ജലീലിൻ്റെ നാവടക്കൂ എന്ന് പറയുകയാണ്. അതായത് വിഡ്ഢിയുടെ നാവ് അവൻ്റെ ഹൃദയത്തിലും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിമാൻ്റെ ഹൃദയം അവൻ്റെ വായിലുമാണ്. നോക്കണോ? ബുദ്ധിമാൻ്റെ ഹൃദയം വായിലാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ശബ്ദിച്ചു വിട്ട് പിന്നീട് അത് എന്താ പറയുക, അന്തരീക്ഷത്തിൽ അത് മലിനമാക്കപ്പെടുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഇത്തരത്തിലുള്ളവർ ചിന്തിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വ്ളോഗുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.